കഴിഞ്ഞ ദിവസം രാത്രി ഓടിപ്പിടിച്ച് എല്ലാ ജോലിയും ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി ചെന്നപ്പോഴാണ് നാളെ ക്ലാസ്സിൽ എന്നുള്ള കാര്യം അറിയുന്നത്. ക്ലാസ്സിലെങ്കിലും ഒരുപാട് സമയം കിടന്ന് ഉറങ്ങാനൊന്നും പോയില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടും പഴവും കൂടെ കഴിക്കാൻ തോന്നിയിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ വെള്ള പുട്ടുപൊടി ഇല്ലായിരുന്നു. പിന്നെ ചുമന്ന കളർ പുട്ടുപൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കിയത്. വസുവിനും എനിക്കും പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പം അവന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുട്ടും 2 പഴമൊക്കെ കൂട്ടി കഴിച്ചിട്ട് നേരെ അടുക്കളയിൽ കയറി. കഴിഞ്ഞ ദിവസം തന്നെ ജോലിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു. ആദ്യം തന്നെ ചീരത്തോരൻ വെക്കാനാണ് നിന്നത്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് തേങ്ങാപ്പീരി ആദ്യം ഇട്ട് കൊടുക്കുന്ന, എന്നിട്ടാണ് ഞാൻ ചീര ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചീരത്തോരൻ വെക്കുവാണെങ്കിൽ ചീര അധികം കുഴഞ്ഞു പോത്തുമില്ല, ചീരയൊന്നും വെള്ളവും വരത്തില്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ സ്ഥിരം ഇങ്ങനെ വെക്കുന്നത്. ചീരയൊക്കെ വേകാൻ വേണ്ടി മൂടി വെച്ച് കഴിഞ്ഞ് മീൻ മറക്കാമെന്ന് വിചാരിച്ച് മീനും തലേ ദിവസം തന്നെ അരപ്പ് വരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് ആ സമയം കൊണ്ട് നമ്മുടെ അടിപൊളി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. കറിയായിട്ട് തലേ ദിവസത്തെ അയലക്കറി ഉണ്ടായിരുന്നേ. അങ്ങനെ ഉച്ചയായപ്പം എല്ലാം എടുത്ത് കഴിക്കാൻ പോയിരുന്നു. ചീരത്തോരനും മീൻകറിയും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിതിനകത്ത് ചീരത്തോരനും ആ മീൻ വറുത്തത് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.